ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എന്നാലേ ഈ വീഡിയോ മിക്കവാറും നിങ്ങൾ ബാങ്ക് ബാലൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കസിൻ്റെ കല്യാണ വിവരമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ആ കല്യാണം ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് മഞ്ചേരിക്കാണ്. നല്ല ഡ്രസ്സ് നോക്കിയെടുത്തോ, ഏതെങ്കിലും ഇട്ട് കല്യാണത്തിന് പോകാൻ പറ്റൂല എന്നാണ് ഇക്കാൻ്റെ അഭിപ്രായം. എനിക്കാണെങ്കിൽ കുറേ പാർട്ടി വെയർ ഉണ്ട്, അതൊന്നും ഇട്ടിട്ട് പിന്നെ ഒരു വഴിക്ക് പോകുമ്പോൾ അപ്പൂസിനെയും കൊണ്ട് പോകാൻ പറ്റണില്ല. അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് വേണ്ടാന്ന് ഞാനൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. ഉമ്മാക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്ത്, പൂമോളും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്, കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് അവിടുന്ന് ബില്ലാക്കി ഞങ്ങൾ ഇറങ്ങി. പഠിച്ചോനെ കണ്ടിട്ട് എല്ലാം എടുക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ള കളക്ഷൻ ആയിരുന്നു കേട്ടോ. അവിടുന്ന് വന്ന് ഞങ്ങൾ നേരെ ചെറുകോട്ടേക്ക് നടന്നു പോയി. കാരണം നടക്കുമ്പോൾ നമുക്ക് മൈൻഡിന് വല്ലാത്തൊരു സമാധാനം കിട്ടും. ചിലപ്പോൾ അതൊരു തെറാപ്പി ആയിട്ട് ഫീൽ ചെയ്യലുണ്ട്. ഞാനും പൂമോളും ഒരു 8:30 ആയപ്പോഴാണ് പുറത്ത് പോയത് കേട്ടോ. എന്ത് വാങ്ങണമെന്ന് അറിയാതെ നടന്ന് ഞങ്ങൾ എത്തിയത് ചെറുകോടുള്ള മാനു സൂപ്പർ മാർക്കറ്റിലാണ്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളെ മൈൻഡ് ബ്ലാങ്ക് ആയിരുന്നു, കാരണം ഒന്നും വാങ്ങാനില്ലായിരുന്നു. പക്ഷെ പോരുന്ന സമയത്ത് അത്യാവശ്യം കയ്യിലുള്ള ക്യാഷൊക്കെ തീർന്നിട്ടാണ് പോരുന്നത് കേട്ടോ. കുറച്ച് പാല്, അതേപോലെ തന്നെ ഡയറി ഐറ്റംസൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, പഴം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. എങ്ങോട്ട് ഞങ്ങൾ ഈ രാത്രി നടക്കണം, വണ്ടി കയറി നിങ്ങൾക്ക് എങ്ങോട്ടാ വെച്ചാൽ ഞാൻ ആക്കി തരാമെന്ന് ആങ്ങളമാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമൊന്ന് നടക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കണ്ടതൊക്കെ വാങ്ങി കൊണ്ടതൊക്കെ കടന്നാണ് ഉമ്മ എപ്പോഴും പറയലുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാൻ പോയപ്പോൾ ദൈവളില്ലേ എൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലില്ലേ ഒക്കെ പറഞ്ഞു. എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ചെറുകോട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയുള്ള പൊന്നൂസ് ഫാൻസിയിലാണ് കേട്ടോ ഞാനുള്ളത്. ഇവിടെ ആകുമ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധം സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കൽ കേട്ടോ. അപ്പോൾ ഓളെ കണ്ടപ്പോൾ എനിക്ക് ഏറെ സന്തോഷമായി. അതൊക്കെ എടുത്തുങ്ങാണ്ട് ഇതാ അപ്പൂസിന് 2 കപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. 2 അപ്പൂസിനല്ല, 1 അപ്പൂസിനും 1 റിച്ചുവിനും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെ വാങ്ങി. പിന്നെ അതാ പൂമോൾക്ക് ഷവർമ്മ വേണം പറഞ്ഞപ്പോൾ ഷവർമ്മയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഒരു ഷവായ മാത്രം ഉണ്ട് ഏകാന്തതയിൽ അവിടെ കറങ്ങണം കേട്ടോ. അങ്ങോട്ടൊന്നും നോക്കിയില്ല, എല്ലാ കടകളും ഷട്ടർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചും വേണമെങ്കിൽ ഓട്ടോക്ക് പോരാ. അപ്പൂസ് കരയുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും സമാധാനത്തിൽ നടന്നു കേട്ടോ. നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനി നാളെ കാണാം.